ബംഗ്ലാദേശ് കത്തിക്കൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ വരെ. ഇപ്പോഴും കത്തുന്നുണ്ട്. ഹിന്ദു വംശഹത്യ, 2 പേരെ കൊന്നു, ആൾക്കൂട്ട കൊലപാതകം എന്നൊക്കെ രീതിയിൽ മുസ്ലിങ്ങളായ ആളുകൾ ഹിന്ദുക്കളെ മുഴുവൻ വേട്ടയാടുന്നു. ഇതൊന്നും ഇവിടുത്തെ മലയാള മാധ്യമങ്ങൾ ആരും ചർച്ചയില്ല. ഹിന്ദുക്കളെ തൊട്ടതുകൊണ്ട് ഹിന്ദുക്കൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ള രീതി. പക്ഷേ മോഹൻ ഭാഗവത് ഒരു കാര്യം പറഞ്ഞു, ഇത്തരത്തിൽ ബംഗ്ലാദേശ് നീങ്ങുകയാണെങ്കിൽ ഇത് അവരുടെ പതനത്തിനായിരിക്കും എന്നുള്ള ഒരു പരോക്ഷമായ ഒരു മുന്നറിയിപ്പ് ബംഗ്ലാദേശിന് നൽകി. അതിനുശേഷം ബംഗ്ലാദേശിലെ കാര്യങ്ങൾ മുഴുവൻ മാറുകയാണ്. അതായത് ഇപ്പം എങ്ങനെയാണ് ബംഗ്ലാദേശിലെ കാര്യങ്ങൾ പൊക്കോണ്ടെന്ന് അതിന്റെ നേരെ തിരിച്ചടി. അതായത് RSS ബംഗ്ലാദേശിൽ ഇറങ്ങി എന്നുള്ള രീതിയിൽ തന്നെ ഇപ്പൊ കാര്യങ്ങൾ പോകുന്നു. എന്താണ് ബംഗ്ലാദേശിൽ ഇപ്പൊ സംഭവിച്ചത്? യൂനസ് ജീവനോടുണ്ടോ അതോ തൂക്കിയോ? ഇവിടെ നമ്മൾ ഈ RSSനെ പറ്റി ചില കാര്യങ്ങൾ പറയുമ്പം ഈ സുടുക്കൾ അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ വന്നിട്ടോ ഈ RSSനെ അവർക്ക് നമ്മൾ ഈ ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവരാ. ഈ RSSനെ അങ്ങനെ കാണാൻ പറ്റത്തില്ല. RSSനെ കണ്ടിട്ടുള്ളവർ പറയും, അയ്യോ ഇതായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ ഇതിനെ വിമർശിക്കത്തില്ലായിരുന്നു പറയും. ഇതിനെ ഈ ഗ്ലോറിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഏതാണ്ട് ഈ മുസ്ലിങ്ങളെ തീർക്കാനും അല്ലെങ്കിൽ ഈ പറയുന്ന ക്രിസ്ത്യാനിയെ തീർക്കാനും ഒക്കെ ഉള്ള ഒരു പ്രസ്ഥാനമാണ്. അല്ലെങ്കിൽ നമ്മൾ കാണുന്ന മുഖം അതല്ലേ, അവിടെ മുസ്ലിമെ അടിച്ചു, ഇവിടെ മുസ്ലിമെ അടിച്ചു, ഇതിൻ്റെ എല്ലാം പേര് സംഘപരിവാറാണ്. അപ്പം നമ്മൾ വിചാരിക്കും പുറത്ത് നിന്ന് കാണിക്കുന്ന ഈ ബജരംഗദളും അല്ലെ ഹിന്ദു മഹാസേനയും അല്ലെങ്കിൽ മറ്റേ ഈ മൂലത്തി കാന്താരി തേച്ചവരുള്ള സോക്കറുള്ളമാരുണ്ടല്ലോ, അവന്മാരായി RSS നമ്മൾ വിചാരിച്ചു. നമ്മൾ RSSനെ എങ്ങനെയാണ് കാണുന്നത്? അപ്പോൾ അതിനെപ്പറ്റി ഓട്ടോ ഓടിച്ച് 70 ചരടുമൊക്കെ ഇട്ട് ഒരു കുറിയൊക്കെ കൊട്ടി നിൽക്കുന്ന കണ്ടിട്ടില്ലേ, ഒരു ചിന്തൂര കുറിയൊക്കെ തൊട്ട് നമ്മൾ വിചാരിക്കും ഇതാ കണ്ടോ ബിജെപിക്കാരൻ നിൽക്കുന്നുണ്ടോ, RSS നിൽക്കുന്നുണ്ടോ, ഇതാണ് നമ്മുടെ തന്നെയാണ്. എൻ്റെ ഒരു കാലഘട്ടം വരെ എങ്ങനെയായിരുന്നു. പക്ഷെ പിന്നാണ് ഇതൊക്കെ ഇതൊന്നും അല്ല, അവർക്ക് ഇതൊന്നുമല്ല ജോലി. അവരാരെയും പരിചയപ്പെടുത്താൻ പോകുന്നില്ല, അവർക്ക് ആരെയും പരിചയപ്പെടുത്തിയിട്ടൊന്നും സാധിക്കാനില്ല, അവർക്ക് സ്വന്തമായിട്ടൊന്നും ഏൺ ചെയ്താനില്ല. അവർ ചില ജോലികൾ ഏറ്റെടുക്കുന്നു, അത് അവരുടെ രാജ്യമാണ്, അവരുടെ ഭാഗം, അതിനുവേണ്ടി ജനിച്ചാണെന്ന് വിചാരിച്ച് ജീവിക്കുന്നു. അപ്പോൾ അതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നു. അതിൻ്റെ സക്സസ് റേറ്റ് എന്നൊന്നുമില്ല. അവർ വിചാരിക്കുന്ന കാര്യം എന്നാവുന്നു അന്ന് വരെ പണിയും. അപ്പോൾ ഇതിനകത്ത് കഴിഞ്ഞ ദിവസം മോഹൻ ഭഗവത് അങ്ങനെ കാര്യം പറയുന്ന ആളല്ലോ. എനിക്കൊന്ന് ഹൈദരാബാദിലായിരുന്നു, കൊൽക്കത്തയിൽ അതേ പല കാര്യം പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു, ബംഗ്ലാദേശിലെ സ്ഥിതി അത്ര തൃപ്തികരമല്ല. അവിടുത്തെ ഈ ന്യൂനപക്ഷത്തോട് ഇപ്പം കാണിക്കുന്ന അല്ലെങ്കിൽ ന്യൂനപക്ഷം വളരെ കാലം കൊണ്ട് അനുഭവിക്കുന്ന അതിന് ഹിന്ദുക്കൾ സംഘടിക്കേണ്ടി വരും. പിന്നെ അതേ വേണ്ട രീതിയിലുള്ള നടപടി എടുത്തേക്കും കേന്ദ്രം എന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്ന് വെച്ചാൽ എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി അത് പറയുന്നത്. അല്ലെങ്കിൽ പുള്ളി പറയുന്ന പോലെ കേന്ദ്രം ഗവൺമെൻറ് കേൾക്കുമോ അല്ലെങ്കിൽ കേൾക്കുമെന്ന് പുള്ളിക്ക് ധാരണയില്ലെന്നുള്ള രീതിയിലേക്കുള്ള സംസാരം പുള്ളി സംസാരിക്കുന്നത്. പക്ഷേ എന്ത് വേണമെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇല്ല പറയുന്ന പോലെ നമ്മൾ ഈ പടം മാറ്റിയെടുത്ത് റീല് മാറ്റിയിടുന്ന പോലെ ബംഗ്ലാദേശിൽ അതുവരെ യൂനസ് ദൈവ അല്ലെങ്കിൽ മറ്റ് വിദ്യാർത്ഥി റിപ്പബ്ലിക് പാർട്ടി വിദ്യാർത്ഥി നേതാക്കന്മാർ ഇവരൊക്കെ ഏറ്റെടുത്തുകൊണ്ടിരുന്ന കലാപം ഏതാണ്ട് ഒരു 3-4 ദിവസം തൊട്ട് ഈ കലാപത്തിന്റെ രീതി അങ്ങ് മാറി. ഇപ്പം അവിടെ യൂനസിനെതിരെ ഉള്ള കലാപം, ഇന്ത്യക്ക് എതിരെയുള്ള കലാപമൊന്നുമില്ല, അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നില്ല. ബംഗ്ലാദേശിനകത്ത് ചേഞ്ച് വരണമെങ്കിൽ യൂനസ് മാറണം, അല്ലെങ്കിൽ ഇപ്പം നിയന്ത്രിക്കുന്ന ഈ ഇവരുണ്ടല്ലോ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള നിയന്ത്രണം മാറണം, പാകിസ്ഥാന്റെ ഇടപെടിയിൽ ഇല്ലാതെയാവണം, ഭീകരവാദികളെ പ്രൊമോട്ട് ചെയ്യുന്ന ഇല്ലാതെയാവണം, അല്ലെങ്കിൽ ശാന്തമായ ഒരു ബംഗ്ലാദേശ് വരണം, അതിന് ഇന്ത്യയുടെ സഹായം വേണം. അങ്ങനെ ഉണ്ടായിരുന്നപ്പോഴാണ് ഈ ബംഗ്ലാദേശ് വൃത്തിയായിരുന്നത്. അതുപോലെ ഹിന്ദുക്കൾ സംഘടിതമായിട്ട് നിൽക്കുന്നു. ഇത് ലോകത്തുള്ള ഈ വിഷയം ഈ മോഹൻ ഭഗവത് പറഞ്ഞതിന് ശേഷം ഐക്യരാഷ്ട്രസഭയിൽ പരാതി വരുന്നു. ലോകത്ത് ഹിന്ദുക്കളെല്ലാം ഈ ഒരു വിഷയത്തിനകത്ത് ഇടപെടുന്നു. അതിനകത്ത് റഷ്യ ഇടപെടുന്നു. കണ്ടായിരുന്നു, റഷ്യ പറഞ്ഞു ഇത് അവിടുത്തെ ഹിന്ദു ഹത്യ അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയില്ല. 71 ഉണ്ടാക്കിയത് നിങ്ങളെ ഉണ്ടാക്കിയെടുത്തത് ഇന്ത്യയാണ്, അതിന് ഞങ്ങളും ആവതോളം പണി ചെയ്തിട്ടുണ്ട്. ഇത് തുടർന്നാൽ അല്ലെങ്കിൽ ഈ ഹിന്ദു ഹത്യ തുടർന്നാൽ, ഈ ആക്രമണം തുടർന്നാൽ ഇന്ത്യക്കെതിരെയുള്ള പോർവിളി അല്ലെങ്കിൽ നീക്കം അനുവദിക്കാൻ പറ്റുന്ന ഒരവസ്ഥയില്ല, അത് നിർത്തിക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം അവിടെ വന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ അമേരിക്ക പറയേണ്ടി വന്നു, എന്താണ് അവിടെ ഇലക്ഷൻ നടത്തിക്കോണം, ഇപ്പം നടക്കുന്ന ആക്രമണങ്ങൾ അനുവദിക്കാൻ പറ്റുന്നില്ല, ജനാധിപത്യ സംവിധാനത്തിന് അനുകൂലമായിട്ട് ആ രാജ്യം പോയില്ലെങ്കിൽ, ഇലക്ഷൻ പറയുന്ന സമയത്ത് നടത്തിയില്ലെങ്കിൽ നടക്കത്തില്ല. അതുപോലെ ഇപ്പോഴത്തെ ഹസീനയ്ക്കെതിരെ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന, അതാണ് ഏറ്റവും വലിയ ഏറ്റെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആരോപിച്ചിരിക്കുന്ന, നിങ്ങൾ കുറ്റപത്രം ചുമത്തി ശിക്ഷ വിധിച്ചിരിക്കുന്നത് അങ്ങനെ ഏകപക്ഷീയമാണെന്ന് തോന്നുന്നു അമേരിക്ക
പറയുക അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഹസീനയുടെ പാർട്ടി അവിടെ മത്സരിച്ചാൽ എന്താണ് കുഴപ്പം? അവരെ മത്സരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന ജനാധിപത്യ വിരുദ്ധമല്ലേ? ഇതാണല്ലോ നമ്മൾ ചോദിക്കുന്നതും നമ്മളെ കസ്റ്റഡിയിൽ ഹസീനയെ വെച്ചിരിക്കുന്നതിന് കാരണം. ഇത് തന്നെയാണല്ലോ റഷ്യ പറഞ്ഞത്. എന്തുകൊണ്ട് ഇത് അമേരിക്ക പറയേണ്ട ഒരു അവസ്ഥ വരുന്നു? അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഇത്രയും മാറ്റം വരുത്താൻ പ്രാപ്തമായിട്ടുള്ള ഒരു സംവിധാനമാണോ മോഹൻ ഭഗവത്തിന് ഉള്ളത്? RSS എന്ന് ലോകം വിചാരിക്കുന്ന, ഇന്ത്യയിൽ മാത്രം നേതൃത്വം കൊടുക്കുന്ന ഈ NGOയ്ക്ക് ഉള്ളത് എന്ന് വിചാരിക്കേണ്ടി വരും. കാരണം ഇതിന് രൂപം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, മെമ്പർഷിപ്പ് പോലും ഇല്ല. എവിടെ ഇത് കൂടുന്ന അറിയത്തില്ല, എന്താ ഇതിൻ്റെ ജോലി അറിയത്തില്ല. എന്നാൽ ഇത് സർവ്വവ്യാപിയാണ്. അധ്യാപകർക്കകത്തുണ്ട്, ഈ ലോറി ഡ്രൈവർമാർക്കകത്തുണ്ട്, എല്ലാ മാധ്യമപ്രവർത്തനത്തിനകത്തുണ്ട്, എല്ലാത്തിനകത്തും ഇവരുണ്ട്. 63 രാജ്യത്ത് RSS ഉണ്ട്. നിങ്ങൾക്കറിയാം, ഈ ഒരു രാജ്യത്തും RSS അവിടെ ഉള്ളത് കൊണ്ട് അവർക്ക് RSSനെതിരെ, ആ രാജ്യത്തിനെതിരെയുള്ള നീക്കമായിട്ടോ അവരുടെ ഭരണഘടനയ്ക്കെതിരെയുള്ള നീക്കമായിട്ടോ അനാവശ്യമായിട്ട് ആ രാജ്യത്തിനെ നശിപ്പിക്കാൻ വേണ്ടി RSS ഇടപെടുന്നു എന്നുള്ളൊരു പരാതിയോ ഇത്രയും കാലമായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ സംഘടിക്കണമെന്ന് പറയുമ്പോൾ അവിടെ സംഘടിച്ചു. ബംഗ്ലാദേശിൽ കേന്ദ്രം ഇടപെടുമെന്ന് പറഞ്ഞപ്പോൾ ആരും ഇടപെട്ടതായിട്ടോ ആരും പറഞ്ഞ, കേന്ദ്രം നമ്മുടെ ഇവിടുന്ന് താക്കീത് കൊടുത്തിട്ടുണ്ട്, ഹിന്ദുത്വത്തെ അനുവദിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അതിനൊക്കെയുള്ള മറുപടി കൃത്യമായിട്ട് ഔദ്യോഗികമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവിടുത്തെ സമരങ്ങൾ, അതാ ഇപ്പം പറയുന്ന ഡീപ് സ്റ്റേറ്റ് ഇന്ത്യക്ക് ഉണ്ടോ ചോദിച്ചു തുടങ്ങി. കാരണം അവിടുത്തെ സമരം അങ്ങ് മാറി, ഇന്ത്യക്ക് അനുകൂലമായി. ഇന്ത്യക്കെതിരായിട്ട് നിന്നിരുന്ന ഇതുവരെ ഉണ്ടായിരുന്ന സമരം ഒറ്റ മാറിയിട്ട് ഇപ്പം ഒരു 1, 2, 3, 4 ദിവസത്തിനകം സമരത്തിന് മാറ്റം വരുന്നു, ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലേക്ക് വരുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഖാലിദയുടെ മുഹമ്മദ് വലിയ പ്രകടനവും പൊതുസമ്മേളനവും ഒക്കെ ആയിരുന്നു. കാരണം ഇതുവരെ അവന് വരണ്ടായിരുന്നു, അവൻ്റെ അമ്മയുടെ പേടിച്ച് കയറിപ്പോ. ഇപ്പൊ കിടപ്പാന്നാ പറയുന്നത്, അറിയത്തില്ല, കിടപ്പാന്ന് പറയും. പക്ഷെ അവൻ ഇവിടെ വരാനൊക്കെ വന്നാൽ ഇവിടെ അവിടുത്തെ യൂണിവേഴ്സ് വിചാരിച്ചാൽ പോരെ, അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെന്റ് വിചാരിച്ചാൽ പോരെ, ഈ കലാപകാരികൾ വിചാരിച്ചാൽ പോരെ, ഇവനെ വന്ന വഴിക്ക് വണ്ടി കയറ്റി വിടത്തില്ലേ? അപ്പൊ അവനിവിടെ വരുന്നു, അവനവിടെ ഏറ്റെടുക്കുന്നു, വലിയ പ്രകടനം നടത്തുന്നു. അപ്പം ഇപ്പം യൂനിസിന്റെ കയ്യിലും ജമാഅത്ത് ഇസ്ലാമിയുടെ കയ്യിലും, അല്ലെങ്കിൽ ഇതിനെയൊക്കെ കൊണ്ടുവന്ന് ഈ കളി കളിപ്പിച്ച പാകിസ്ഥാന്റെ കയ്യിലും, അല്ലെങ്കിൽ ഇതിന്റെ പുറകിൽ നിന്ന് അമേരിക്കയുടെയും ചൈനയുടെയും കയ്യിലും ഒന്നും സാധനം നിൽക്കാതെ വരുന്നു. ഇന്ത്യ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ ഉരുത്തിരിയുന്നു. അതായത് ഈ ഇലക്ഷന് പോലും RSS മത്സര രംഗത്ത് ഉണ്ടാകുന്നു. മത്സര രംഗത്ത് എന്ന് പറഞ്ഞാൽ ഏതാ? RSS ആഗ്രഹിക്കുന്ന പോലെ ഒരു ഭരണം, അത്തരത്തിൽ നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണം, ഇന്ത്യക്ക് അനുകൂലമായിട്ട് വരുന്ന ഒരു ഭരണം, അത്തരത്തിൽ ഒരു ഭരണ സംവിധാനം. അത് ഇപ്പം പറയുന്ന ഹസീനയുടെ റൂഫുള്ള പാർട്ടിയുടെ വേണമെന്നൊന്നുമില്ല, നമുക്ക് മനസ്സിലായി. ഏത് പാർട്ടിയുടെ ആയാലും ആ ഭരണാധികാരി നമ്മുടെ കൂടെ നിന്നാൽ മതി, അല്ലാതെ നമ്മൾ ഒരു സംവിധാനമൊന്നുമില്ല. അപ്പം ഹസീന അവിടെ ഇപ്പം മത്സരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഏറ്റവും അവസാനം വരെ വരുമെങ്കിൽ ഹസീന ഇവിടെ നിൽക്കട്ടെ, ഹസീന ഇവിടെ നിർത്തിക്കൊണ്ട് വേറെ മത്സരിക്കുന്ന പാർട്ടി, ജയിച്ചു വരുന്ന പാർട്ടി ഇന്ത്യക്ക് അനുകൂലമായിട്ട് വന്നാൽ മതിയല്ലേ? കാനഡയെ പറ്റിയ പോലെ. കാനഡയ്ക്കകത്ത് ഇന്ത്യക്കെതിരായിട്ട് നിന്നവൻ എങ്ങോട്ട് പോയി? ഇപ്പൊ ഉള്ളതെന്ന് ഇപ്പൊ ഇവിടെ കോംപ്രമൈസ് ചെയ്താണല്ലോ പോകുന്നത്. അമേരിക്കക്കാരനെ ചെയ്ത് വിളിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇതേ ഒരു മാനസികാവസ്ഥയിൽ, അല്ലെങ്കിൽ ഈ രീതിയിലേക്ക് വരുന്ന ഒരു കാര്യങ്ങൾ പോകുന്നു. അതിനകത്ത് RSS വളരെ കൃത്യമായിട്ട് അല്ലെങ്കിൽ വ്യക്തമായിട്ട് കാര്യം പറഞ്ഞതിന് ശേഷമാണ് ഇതെല്ലാം വന്നത്. അവിടുത്തെ ഈ ഇലക്ഷനെ പോലും ഒരുപക്ഷെ അവിടെ ഇനിയും ഇലക്ഷന് തെരഞ്ഞെടുക്കപ്പെടേണ്ടത് ആരാണെന്ന് തീരുമാനിക്കുന്ന രീതിയിലേക്ക് ഗ്രൗണ്ട് ഒരുക്കിയിരിക്കുന്നു RSS എന്ന് വേണം കരുതാൻ. ഷെയ്ഖ് ഹസീന തന്നെ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന പറഞ്ഞു, ബംഗ്ലാദേശിൽ അമുസ്ലിങ്ങളെ ഉപദ്രവിക്കുന്നത് ഇനി കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ല, ഇനി ഇത് അംഗീകരിക്കാൻ കഴിയില്ല, ഇടപെടേണ്ടവർ ഇടപെടുക തന്നെ ചെയ്യുമെന്നുള്ളത്. എനിക്ക് തോന്നുന്നു അത് ഇന്ത്യയുടെ കൂടി ഒരു എന്താ പറയുക, ഇന്ത്യ അതിൽ കൃത്യമായ നിലപാടെടുത്തു എന്ന് ഹസീനയ്ക്ക് മനസ്സിലായതുകൊണ്ടായിരിക്കില്ല അത്തരം ഒരു, കാരണം ഇതുവരെ പ്രതികരിക്കാതിരുന്നവർ പെട്ടെന്ന് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തുന്നു. ഇനി അത്തരത്തിൽ അമുസ്ലിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ബംഗ്ലാദേശിൽ ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ അത് കൃത്യമല്ലേ? എന്നുവെച്ചാൽ അവരിരുന്നപ്പം ഈ പറയുന്ന എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പം ആ മുസ്ലിങ്ങൾക്ക് പറ്റുന്നില്ല. അപ്പൊ ഇടപെടേണ്ടവർ ഇടപെടേണ്ടി വരും എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. അതിൻ്റെ രാഷ്ട്രീയക്കാരുടെ സംസാരം. ഇടപെടേണ്ടി വരുന്നത് എൻ്റെ പാർട്ടിക്കാരോട് വേണ്ട രീതിയിൽ ഇടപെടും, അല്ലെങ്കിൽ ആ ഇടപെടേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കണമെന്ന് ജനത്തിനൊരു ഇൻഫർമേഷൻ കൂടിയാണ്. രണ്ടാമത് ഈ പറയുന്നതുപോലെ ഇടപെടേണ്ടി വരുന്ന ഇടപെട്ടല്ലോ, RSS ഇടപെട്ടല്ലോ. നമ്മൾ ചോദിച്ചല്ലോ, മറുപടി പറയുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വന്നല്ലോ. ഇത്രയും അക്രമം നടന്നത് ഫാബ്രിക്കേറ്റ് ആണ്, 1, 2 അക്രമം യാദൃശ്യമായിട്ട് നടന്നതാണ്, 2 പേര് മരിച്ചിട്ടുണ്ട്, അല്ലാതെ ഇവിടെ കൃത്യമായിട്ട് ഹിന്ദുഹത്യ ഉണ്ടാവുന്നില്ലെന്ന് അവിടെ നടക്കുന്നുണ്ടെങ്കിൽ പോലും അവിടുത്തെ നിലവിലുള്ള ഇപ്പോഴത്തെ ഗവൺമെന്റിന് ഔദ്യോഗികമായിട്ട് ഇന്ത്യക്ക് അറിയിപ്പ് കൊടുക്കേണ്ടി വന്നു. അപ്പം അതിനകത്തൊരർത്ഥം ആ അർത്ഥത്തിലാണ് വരുന്നത്. ഹസീന സംസാരിക്കുന്നത്, അനുവദിക്കുന്നത്, എന്ത് സംസാരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്നാകുമ്പോൾ അതിനകത്ത് ഇതിന് ഇപ്പം പറയുന്നതിന് മുമ്പേ പറഞ്ഞതൊക്കെ
ഈ പറയുന്ന അവിടുത്തെ ഇന്ത്യയുടെ താല്പര്യം തന്നെയാണ്. ആ താല്പര്യത്തിനനുസരിച്ചാണ് അവർ സംസാരിക്കുന്നത്. അതായത് അവർ സംസാരിക്കുന്നത് കൊണ്ട് അവിടെ പ്രയോജനം ഉണ്ടാകുകയും അല്ലെങ്കിൽ അതിനനുസരിച്ച് അവിടെ നീക്കം നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ രണ്ട് സംസാരം ഈ രണ്ട് രീതിയിലാണ്. അപ്പോൾ ഹസീന സംസാരിക്കുന്നത് ചുമ്മാതെയല്ല, അത് ഇന്ത്യയുടെ താല്പര്യം അനുസരിച്ചും ഇന്ത്യ അറിഞ്ഞുമാണ്.